ഓക്കെ. അപ്പൊ ഇന്ന് എന്തുകൊണ്ടാണ് താഴേക്കുള്ള ട്രേഡ് പ്രിഫർ ചെയ്തത്? ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഇതിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം? എന്തുകൊണ്ടാണ് താഴേക്ക് വരാനുള്ള കാര്യം? ഓക്കെ. മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഡേ ക്യാൻഡിൽ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നോക്കിയ മക്കളെ, താഴേക്കാണ് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരൊറ്റ മിനിറ്റ്. ഓക്കെ. അപ്പൊ ഡേ പ്രകാരം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, സോറി. ഓക്കെ. ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് താഴേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ. എപ്പോഴും മനസ്സിലാക്കി വെച്ചോ, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടാണുള്ളത്. അപ്പൊ അത് കവർ ചെയ്യാനായിട്ട്, കുറച്ച് കവർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് എന്തായാലും അപ് ട്രെൻഡിലേക്ക് പോകും. ഓക്കെ. മാർക്കറ്റ് എന്താണ് കവർ ചെയ്യാനായിട്ട്, കുറച്ച് കവർ ചെയ്യാനായിട്ട് എന്തെങ്കിലും അപ് ട്രെൻഡിലേക്ക് പോകും. അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ എടുക്കാതെ, അതായത് ഈ ക്യാൻഡിലിന്റെ ഹൈ എടുക്കാതെ ലോ എടുത്തിട്ട് താഴേക്ക് വന്നു. പിന്നീട് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടായി, വീണ്ടും ഓവറോൾ ലോ എടുത്തിട്ട് വീണ്ടും താഴേക്ക് വന്നു. പിന്നെ വീണ്ടും ഇതിന്റെ ലോ എടുത്ത് താഴേക്ക് വന്നു, ഇതിന്റെ ലോ എടുത്ത് താഴേക്ക് വന്നു. ഓക്കെ. അപ്പൊ ഇതിന്റെ മുകളിലൊക്കെ എന്തുണ്ട് മക്കളെ, എല്ലാവർക്കും അറിയാം, ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളത് അറിയാം. ഓക്കെ. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്നത് കൊണ്ട് തന്നെ, ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ റിവേഴ്സ് ആണ് കാണിക്കുക. ഇതിന് കുറച്ച് കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടാൽ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷവും മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ക്ലോസിംഗ് എപ്പോഴും ഇതിന്റെ ബോഡിയുടെ മുകളിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കായാലും ഇവിടെ നോക്കായാലും അതുപോലെ തന്നെ ഇവിടെ നോക്കായാലും ബോഡിയുടെ മുകളിൽ, ഇതിന്റെ ബോഡിയുടെ മുകളിലേക്കാണല്ലോ ക്ലോസിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ വിക്കിന്റെ മുകളിലൊക്കെ എന്തുണ്ടാവും മക്കളെ, ലിക്വിഡിറ്റി ഉണ്ടാവും. എപ്പോഴും വിക്കിന്റെ മുകളിലും താഴെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ. അപ്പൊ അത് കവർ ചെയ്യാനാണ് ഈ വരുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതിൽ വരുമ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ധാരാളം ലിക്വിഡിറ്റികൾ ഉണ്ടാവും. അതായത് സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടാവും. അതായത് ഇംബാലൻസുകൾ ഉണ്ടാവും. ഓക്കെ. വാലിഡ് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ജസ്റ്റ് ഞാനിപ്പോ ഇന്ന് ട്രേഡ് എടുക്കാനുള്ള ഒരു റീസൺ പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്യും. ഓക്കെ. ഈ ഒരു ക്യാൻഡലിന്റെ ഹൈയും ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഞാനെന്താണെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. ഈ 15 മിനിറ്റ് നമ്മൾ സാധാരണ കേട്ടോ, 15 മിനിറ്റിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാർക്കറ്റ് 15 മിനിറ്റിൽ അതിന്റെ മുകളിലാണ് റൺ ചെയ്യണമെങ്കിൽ എന്താണ്, അപ് ട്രെൻഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. നമുക്കറിയാം അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഇപ്പൊ ലോ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്കല്ല പക്ഷെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഒരു 5 മിനിറ്റിലൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുകളിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റും സാധാരണ കണ്ടീഷനിൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് സ്ട്രക്ചർ നമുക്ക് ശരിക്കും തന്നിട്ടുണ്ട് ഇതിൽ. SMC പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതൊരു ശരിക്കും എന്താണ്, ഇതൊരു ബ്രേക്ക് സ്ട്രക്ചർ ആണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ബോഡി എവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നോക്കി, ഇതിന്റെ മുകളിലാണ് ബോഡി ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പൊ അതായത് അത്രയും പ്രഷർ താഴെ നിന്ന് മുകളിലേക്ക് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് പോകുമെന്ന് പറയാൻ അല്ലെങ്കിൽ ഞാൻ ആ മുകളിലേക്ക് വരും എന്നുള്ള ആ ഒരു ഒരു എന്താണ് മൈൻഡ് വെക്കാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാല്, ഇവിടെ നല്ല ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ നല്ല ഇംബാലൻസ് ഉണ്ട്. ശരിക്കും കൂട്ടി വരയ്ക്കണം കേട്ടോ, ശരിക്കും ഇങ്ങനെ വരയ്ക്കണം. നല്ല ഇംബാലൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ ആ ഇംബാലൻസ് ഫുൾഫില്ല് ചെയ്യാൻ വരും എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ. അതേപോലെ തന്നെ ഇവിടെ റിജക്ഷൻ ഉള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ. അപ്പൊ അതൊന്നും ഞാൻ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചാർട്ട് പ്ലെയിൻ എടുത്തുകൊണ്ടാണ് കാണാത്തത്. ഓക്കെ. അപ്പൊ ഒരു ഗ്രീൻ ലൈൻ ആയിരുന്നു അത് കേട്ടോ. അപ്പൊ ഇവിടെ നല്ല റിജക്ഷൻ, അതായത് ഇവിടുന്ന് റിജക്ഷൻ ചെയ്തു അല്ല, ഇവിടുന്ന് ഈ ഏരിയ പിന്നെ വീണ്ടും വന്ന് ഇവിടുന്ന് റിജക്ഷൻ ചെയ്തു, പിന്നെ അത് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇത് എന്ത് ചെയ്യും, സപ്പോർട്ട് ആയിരുന്നത് പിന്നെ താഴേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ റേഞ്ചിലേക്ക് വന്നിട്ട് റിവേഴ്സ് ആവും എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു സോറി ഓക്കെ, ശരിക്കും നമുക്ക് ഇത് ധൈര്യം വേണം, അത് വേറെ കാര്യം. ഇപ്പൊ ഇവിടുന്ന് ഇതിന്റെ അടിയിൽ SL വെച്ചിട്ട് ഒരു 10 പോയിന്റ് 12 പോയിന്റ് ഒക്കെ SL വെച്ചിട്ട് ശരിക്കും നമുക്ക് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ, ഈ ഒരു സോണിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് എടുക്കാൻ പറ്റും. 10 30 പോയിന്റ് ഉണ്ടായി 20 25 പോയിന്റ് കിട്ടും എക്സിറ്റ് അടിക്കുന്ന രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിഫർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം കൺസോൾട്ടേഷനിലേക്ക് പോയി. കുറേ നേരം മീൻസ് മാർക്കറ്റ് ഒരു 10 മണിക്ക് ശേഷമാണ് ശരിക്കും, ടൈം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ബോഡി ക്ലോസിങ് എവിടെയാണ് മക്കളെ വന്നിട്ടുള്ളത്,
ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ. അപ്പൊ ഇതിന്റെ കൺസോൾട്ടേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ഫേക്ക് ബ്രേക്ക് ഔട്ട് വരും. നിങ്ങൾ AIMDനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അക്കുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് ശരിക്കും നോക്കിയേ, ഇവിടുന്ന് സാധാരണ ഇങ്ങനെ വന്നിട്ട് അല്ലെ, ഇങ്ങനെ വന്ന് ഇതെന്താണ് മക്കളെ, നമുക്കറിയാം AIMDയിലെ ആണ്, അക്കുമുലേഷൻ സ്റ്റേജ് ആണ് അല്ലേ. ഓക്കെ, പിന്നെ എന്താ നടന്നിട്ടുള്ളത്, ഇവിടുന്ന് ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, മുകളിലേക്ക് പോകുന്നുള്ള ഒരു ഹിന്റ് കൊടുത്തു. എല്ലാ RSL ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടാവില്ലേ. ഓക്കെ, ആ മാനിപ്പുലേഷൻ കൊടുത്തതിന് ശേഷം എന്താണ് കാണിച്ചിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ താഴേക്ക് വന്നു, നല്ല രീതിയിൽ വന്നിട്ടില്ലേ. ഓക്കെ, ഇനി ഇവിടെ ശരിക്കും കോൺട്രാക്ട് പ്രകാരം ഇവിടുന്ന് ഒരു റിവേഴ്സൽ കാണിച്ചു. സാധാരണ ഇവിടുന്ന് പ്രഷർ കാണിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ബയ്യേഴ്സ് വീണ്ടും ആക്റ്റീവ് ആവാൻ തുടങ്ങും. ഇവിടുന്ന് മുകളിലേക്ക് മാക്സിമം ഈ റേഞ്ചിലേക്കൊക്കെ വരും. കാരണം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഇതിൽ ഈ ഒരു ചെറിയ ഇംബാലൻസ് വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ SL ഇതിന്റെ അടിയിലുണ്ടാവും. അത് സ്വീപ്പ് ചെയ്തതാണ് ഈ ഒറ്റ സിംഗിൾ ക്യാൻഡിൽ. ഓക്കെ, കാര്യം പിടിയിട്ടുണ്ടെന്ന് വെക്കുന്നു കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ഏത് നമ്മൾ ട്രേഡ് എടുത്ത ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞിരുന്നു. കറക്റ്റ് പക്ക എൻ്റെ ടീമിനോട് പറഞ്ഞിരുന്നു ട്രേഡ് വരും. പക്ഷെ ചെറിയൊരു കൺഫർമേഷന്റെ വ്യത്യാസത്തിൽ ചിലർ ട്രേഡ് എടുത്തിട്ടില്ല. ഓക്കെ, ചിലർക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ വരെ ശരിക്കും ടാർഗറ്റ് വെക്കാം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഏരിയ മാക്സിമം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ചില ടൈമിൽ മാർക്കറ്റ് റിവേഴ്സ് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ലിക്വിഡിറ്റികളും അതുപോലെ തന്നെ, കാരണം ഇതിന്റെ ലോ ഇത് എടുക്കാണ്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് പെൻഡിങ് ആയിട്ട് തന്നെ താഴേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ചെറിയ നൈസ് ആയിട്ടൊരു ഇംബാലൻസ് ഇല്ലേ 5 മിനിറ്റിൽ, അപ്പോൾ അത് വന്ന് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർ ഹോൾഡ് ചെയ്തവരുണ്ട്, ചിലർ എക്സിറ്റ് അടിച്ചവരുണ്ട്, ചിലർ ഈ ഗ്യാപ്പിൽ ട്രേഡ് എടുത്തവരുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ട്രേഡ് എടുത്ത ആൾക്കാർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്നുണ്ടായ ഒരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി. അപ്പോൾ പലർക്കും കോഴ്സ് എടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ഓക്കെ, ചില ആൾക്കാർ കുറ്റം പറയാൻ മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ ആരെയും ബോധിപ്പിക്കാനും ഇതാക്കാനൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ഇതാക്കിയാൽ മതി, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് അത്ര നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, അത്ര എളുപ്പം കൊണ്ടൊന്നും നമുക്കിത് കയ്യിൽ വരുന്ന ഒരു സംഭവമല്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. ഓടി വന്നാൽ ഇപ്പം എത്ര വലിയ കോഴ്സ് സെല് ചെയ്യുന്ന ആൾക്കാരായാലും അവർക്ക് SL ഒക്കെ അടിക്കും. ഓക്കെ, പിന്നെ പക്ക വെയിറ്റ് ചെയ്തിട്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുന്നവരായിരിക്കും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയി പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതുള്ളൂ, നമ്മൾ ഡിസിപ്ലിനോട് കൂടി പോയാൽ മതി. SL അടിച്ച് പോകട്ടെ. ഓക്കെ, അത് നമ്മൾ കാര്യമാക്കണ്ട. പക്ഷെ കൂടുതൽ എമൗണ്ട് കളയും. നമ്മൾ ഒരു ലിമിറ്റ് വെക്കുന്നത് ഒരു 2000 രൂപ കളയുള്ളൂ അല്ലെങ്കിൽ ഒരു 1000 രൂപ കളയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ട്രേഡ് ചെയ്ത് നിർത്താൻ നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ തിരിച്ചു പിടിക്കും, ഇങ്ങോട്ട് പോന്നാൽ അങ്ങോട്ട് പിടിക്കും എന്നുള്ള ആ മൈൻഡ് വെച്ച് കഴിഞ്ഞാലാണ് SL കൂടുക. അപ്പോൾ നമ്മൾ SL അടിച്ചതിന് ശേഷം നമുക്കൊരു വിഷമം വരും, മൈൻഡ് ആകെ ഒരു ഡെസ്പാവും. അതുപോലെ തന്നെ ഇതുപോലെ വലിയ വലിയ റാലികളൊക്കെ മിസ്സാകുമ്പോൾ മൈൻഡ് പോവും. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, മരിക്കുമ്പോൾ നിങ്ങളൊന്നും കൊണ്ടുപോവില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുക. എനിക്ക് സങ്കടം നന്നായിട്ട് വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ, കുറച്ചു കാലേ ജീവിച്ചിരിക്കുള്ളൂ, കുറച്ചു കാലം. ഞാനൊക്കെ ഇനി കൂടി വന്ന ഒരു 30-40 വർഷം ജീവിച്ചിരിക്കുള്ളൂ. അത്രയും നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, കാലാവസ്ഥ എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കുറഞ്ഞത് അത്രയും വർഷം ജീവിച്ചുള്ളൂ. ഒരു മനുഷ്യൻ ശരാശരി പറഞ്ഞാൽ ഒരു 30,000-35,000 വർഷം ജീവിച്ചിരിക്കുള്ളൂ. ഏറ്റവും നല്ല ആരോഗ്യവാനാണെങ്കിൽ മാത്രം 35,000 വർഷമല്ലാട്ടെ, ദിവസം ജീവിക്കുള്ളൂ. എൻ്റെ മിസ്റ്റേക്കാണ്, ദിവസം ജീവിക്കുള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ കിട്ടുന്ന സന്തോഷവും കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കല്ലേ. ഓക്കെ, റിസ്ക് എടുക്കുക. റിസ്ക് എടുത്താൽ തന്നെ റിവാർഡ് കിട്ടുള്ളൂ. ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലെ ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുക. ചില ആൾക്കാർക്ക് ടെൻഷൻ അടിക്കും, BP കൂടുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ പരമാവധി പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് അടിച്ച് മാറിക്കോ. പിന്നെ അതിനൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, അത് ഓരോരുത്തരും മൈൻഡാണ്. എല്ലാത്തൊരു പിടിച്ചിരിക്കുക. നിങ്ങൾക്ക് എന്തോ SL അടിക്കണേ, അപ്പൊ ടാർഗറ്റിക്ക് മുമ്പ് എന്തുകൊണ്ട് പേടിക്കണേ, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ആര് പറയുന്നത് കേൾക്കണ്ട. എപ്പോഴും നിങ്ങൾക്കൊരു വ്യൂ ഉണ്ടാവണം. ഇപ്പം ഞാനെന്നല്ല, ആര് പറഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യൂ ഉണ്ടാവണം. അത് തന്നെയായിരിക്കും നിങ്ങളെ രക്ഷിക്കുള്ളൂ. ഓക്കെ,
ഇതിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസുമലാണ് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഇതായിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ കുറച്ച് കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് തന്നെ. ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ഞാൻ ഈ റേഞ്ചിൽ തന്നെ ട്രേഡ് എടുത്തിട്ട് നൈസായിട്ട് ഞാൻ എക്സിറ്റ് അടിച്ചു. എക്സിറ്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി മോളിൽ ആ ഗ്രീൻ കാണുന്ന ലെവലിൽ എന്തുണ്ട് ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്യാൻ വരും എന്നുള്ള ഇതിൽ നമുക്ക് മനസ്സിലായി. അതൊരു മാനിപ്പുലേഷൻ നടത്താൻ സാധ്യതയുണ്ട്. ലൈവ് മാർക്കറ്റിൽ ഞാനിവിടെ ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് മാർക്കറ്റിൽ ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരാളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ട് നിൽക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു റേഞ്ചിൽ വന്നാൽ ട്രേഡ് എടുക്കാം. ഓക്കെ. അതായത് 63 താഴെ വന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാം. ഞാൻ ഇവിടെ എവിടെയോ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. താഴെ വന്നാൽ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയാണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ 63 താഴെ കിട്ടിയാൽ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 48 താഴെ വന്നാൽ ഓക്കെ ആ റേഞ്ചിലേക്ക് വന്നാൽ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 111 ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ അത് ഞാൻ 48 റേഞ്ചിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇവിടുന്ന് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും കാരണം ഇതിൽ കോൺട്രാക്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 80-82 റേഞ്ചിൽ വന്നിട്ട് ഒന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 80-82ലേക്ക് വന്നാൽ എക്സിറ്റ് അടിച്ചോളൂന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഏതാണ് സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതായത് ആ ഒരു ക്യാൻഡലിന്റെ മുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ പറഞ്ഞ 25 പോയിന്റ് കളക്ട് ചെയ്താൽ എക്സിറ്റ് അടിക്കുക. മാക്സിമം 82 പ്രൈസ് വരെ ഹോൾഡ് ചെയ്യുക. 52 താഴെ നിന്ന് മാത്രം എൻട്രി എടുക്കാൻ നോക്കുക. ആ 52 റേഞ്ചിൽ നിന്നൊക്കെയാണ് നല്ല രീതിയിൽ റിവേഴ്സ് ആയിട്ടുള്ളത് മാർക്കറ്റ്. ഓക്കെ. അതുപോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ നമ്മൾ വരച്ച പോലെ തന്നെ വന്നു. പ്രീമിയം 82 എബോവ് മൂവ് ചെയ്തു. നോ പ്രോബ്ലം. ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് 1 വീക്ക് ലൈവിൽ ഞാൻ ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു. ഓക്കെ. ഇതിന്റെ ഇടയിലാണ് ഇവർക്ക് ഞാൻ ട്രേഡ് പ്രിഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പ്രീമിയം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. പ്രീമിയം നല്ല രീതിയിൽ ആ 52 എന്ന് പറഞ്ഞ ലെവലിൽ കണ്ടോ ഞാൻ പറഞ്ഞ അതേ ഏരിയയിൽ തന്നെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് അവിടുന്ന് പമ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു പോയിന്റ് തന്നെ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് 60 പോയിന്റോളം ശരിക്കും 52 എന്നുള്ള ലെവലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 60 പോയിന്റോളം കിട്ടിയിട്ടുണ്ട്. അത്രയും മതി. ഇനഫാണ്. പിന്നെ ഓവറോൾ ഞാൻ 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് 200 എന്നുള്ള ആ പ്രീമിയം പ്രൈസിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള ഇതുണ്ട് എന്നുള്ളത്. ഓക്കെ. പിന്നെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കേണ്ട. എല്ലാ ദിവസവും ലോസ് ആവുമെന്നും പേടിക്കുകയും വേണ്ട. ഓക്കെ. ട്രേഡിംഗ് ആണ്. ഇത് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പക്ക ഒരു ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോയാൽ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടിരുന്നതിന് നന്ദിയുണ്ട്. ഓക്കെ.